ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെ ലാസ്റ്റ് വീഡിയോ ഇട്ടായിരുന്നല്ലോ, കൊളീഗിൻ്റെ കല്യാണത്തിൻ്റെ ഹൽദി ആയിരുന്നു. അപ്പോൾ ഇന്ന് റിസപ്ഷനും മാരേജും ഫൈനൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. റിസപ്ഷൻ്റെ കാര്യമായാലും മാരേജിൻ്റെ കാര്യമായാലും ഹൽദിയിൽ എടുത്ത പോലെ അത്ര വീഡിയോസും ഫോട്ടോസും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറേ ധൃതിയായിരുന്നു എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എനിക്ക് അത്രയും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, ക്ലിപ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോയിലെല്ലാം നിന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ അവളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം അതുപോലെ എല്ലാ വീട്ടിലും കുളം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ കാണിച്ചതായിരുന്നു കേട്ടോ, ആ കുളം താമരയൊന്നും ഇല്ല കറൻ്റ്, പക്ഷെ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് ഒരു സീസൺ ആകുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇതുപോലൊരു സംഭവമുണ്ട്, മീൻ വളർത്താനായിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല നല്ലൊരു വീടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ ചെടികളും നല്ല മുറ്റവും. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ആ സോയിലിൻ്റെ കേസ്, ഇത് എന്നാ പറഞ്ഞ മണൽ പോലെ ഉള്ളൊരു സോയിലാണ് അവരുടെ. വലിയ വലിയ കല്ലുകളൊന്നും അവിടെ ഞാൻ കണ്ടില്ല, ഭയങ്കര നൈസായിട്ടുള്ള സോയിലാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ അന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാൻ എഴുന്നേറ്റിട്ട് ഇത് ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ളതാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ കാര്യമായി. എൻ്റെ സിമ്മുണ്ട് കറണ്ട്, ആ സിമ്മും കട്ടായി പോവുകയൊക്കെ ചെയ്തു. പിന്നെ അത് റെഡിയാക്കാനായിട്ട് കായംകുളമൊക്കെ പോകേണ്ടി വന്നു. ഞാൻ അന്ന് കുറച്ച് ടൈറ്റായിപ്പോയി. അത് കഴിഞ്ഞ ഉടനെ അവളുടെ വീട്ടിൽ പോവുക, അതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് എന്തായാലും നന്നായി. അങ്ങനെ ഇതാണ് കേട്ടോ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡിലായിട്ട് തിരിച്ചിട്ടുണ്ട്. 2 സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നടുക്ക് ഇൻ്റർലോക്ക് ഇട്ടേക്കാണ്. ഒരു സൈഡിലാണ് ഞാൻ അന്ന് മുന്നേ കാണിച്ചത് തന്നെ ആ കുളവും മീൻ വളർത്തുന്ന സ്ഥലവും. പിന്നെ ഇതുപോലെ കുറച്ച് സ്ഥലം പ്ലെയിനായിട്ട് കിടപ്പുണ്ട്, ബാക്കിയെല്ലാം ചെടികളും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നല്ല നല്ല ചെടികൾ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, ആ ഊഞ്ഞാൽ പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. പിന്നെ നല്ല നല്ല ചെടികളുണ്ട്. അവിടെ റോഡാണ്, ആ മതിലിന് തൊട്ടിപ്പുറത്ത് റോഡാണ്. ഇതാണ് കേട്ടോ ആ ഒരു വ്യൂ. എനിക്ക് മിറ്റമുള്ള വീട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് കുറച്ച് കഷ്ടപ്പെടണം, തൂക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് മിറ്റമുള്ള വീട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സിമ്മ് എൻ്റെ കട്ടായെന്ന്. അപ്പം അവിടുത്തെ ചേച്ചിയാണ് കേട്ടോ എന്നെ സിമ്മ് റെഡിയാക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ വഴി ഞങ്ങൾ SBIയിലും ഒക്കെ കയറി. അതിന് ഞാൻ ക്ലിപ്പ് എടുത്തപ്പോൾ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 2 മണിയായപ്പോൾ വന്ന് ലഞ്ച്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ടൈറ്റായിപ്പോയി. അതായത് ഞാൻ ആ സിമ്മൊക്കെ മാറ്റിയിട്ട് പുതിയ സിമ്മൊക്കെ ആക്കിയിട്ട് വന്നപ്പോഴേക്കും എനിക്ക് കുറച്ച് അധികം സമയം എടുത്തു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി ലഞ്ച് കഴിച്ചു ഒന്ന് കിടന്നിട്ട് ഉടനെ ഞങ്ങൾ പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. റിസപ്ഷന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. റിസപ്ഷനും ഞങ്ങളുടെ ഇവിടെ കൊല്ലത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് കല്യാണത്തിൻ്റെ അത്രയും ആളുകൾ തന്നെ റിസപ്ഷനും ഉണ്ടാവും. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ക്വയറ്റായിട്ടുള്ള റിസപ്ഷനാണ്. ഭയങ്കര വലിയ തിരക്കും ബഹളമൊന്നുമില്ല, ഭയങ്കര ക്വയറ്റായിട്ടുള്ള റിസപ്ഷനായിരുന്നു. അങ്ങനെ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള റെഡിയാകലായിരുന്നു. അത് കളർ കോഡൊന്നും ഞങ്ങൾ വെച്ചില്ല കേട്ടോ, അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. ഇതിന് കുറേ വർഷമായിട്ടുള്ള ഡ്രസ്സ്, ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 5-6 വർഷം മുന്നേ എടുത്ത ഡ്രസ്സാണ്. പക്ഷേ എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഫാഷനൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് ഫാഷനൊക്കെ പോയെന്ന്. പക്ഷേ എനിക്ക് ഡ്രസ്സിനകത്ത് അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ചോദിക്കും, മേക്കപ്പ് സാധനങ്ങൾക്ക് ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഡ്രസ്സിനകത്ത് ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഒരു ഡ്രസ്സ് വാങ്ങിയാൽ അത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിപ്പം ടിയറായിട്ടില്ല, കീറിയിട്ടില്ല, അതിൻ്റെ ഫ്രണ്ടിൽ നല്ല സ്വീക്വൻസ് ആണ്, അതിൻ്റെ കളറ് പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് തന്നെ യൂസ് ചെയ്യുകയാണ്. ആ ഗോൾഡ് അതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, ഒരു മങ്ങലും വന്നിട്ടില്ല. അപ്പം പിന്നെ പിന്നെ എല്ലാവരും കൂടെ ചടപടേന്ന് റെഡി ആവുകയാണ്. ആക്ച്വലി ഞങ്ങൾ കുറേ നേരത്തെ പോയി. ഞങ്ങൾ വിചാരിച്ചു ഒരു 6-6:30 ആകുമ്പോഴത്തേക്കൊക്കെ റിസപ്ഷൻ, നമ്മുടെ ഇവിടെയൊക്കെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് റിസപ്ഷൻ കഴിയും, എല്ലാവരും ഒതുക്കിയിട്ട്. പിറ്റേന്ന് മാരേജ് ആണല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ റിസപ്ഷനൊക്കെ ഒതുക്കും. അവിടെ പക്ഷെ നല്ല ലേറ്റായിട്ടാണ് റിസപ്ഷൻ തുടങ്ങിയത്. 7-7:30 ആയപ്പോഴേക്കാണ് റിസപ്ഷൻ്റെ ആ ഒരു ഫുൾഫില്ലായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയത്.
അങ്ങനെ സാധാ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഫേസിൽ മേക്കപ്പ് ചെയ്യാനായിട്ട് വലിയ ഡൗട്ടൊന്നും വരത്തില്ല. ഈ ഡൗട്ട് വരുന്ന സ്ഥലമെന്ന് പറയുന്നത് ഹെയറിൻ്റെ കേസിലാണ്. ഹെയർ എങ്ങനെ ഇടണം, ഓപ്പണായിട്ട് ഇടണം, ഇന്നലെ ഓപ്പണായിട്ടല്ലേ ഇട്ടേ, അപ്പം അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളുമാണ്. അത് ഞങ്ങളിങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരായിട്ട് സംസാരിക്കും, എങ്ങനെ ഹെയർ ഇടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ റെഡിയാവുന്നത്. അപ്പോൾ ഞാൻ സിൽവറിൻ്റെ ഒരു ജ്വല്ലറി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ സിൽവറാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ സിൽവറും ഈ ഒരു അത് വന്നിരിക്കുന്ന ഗോൾഡാണല്ലോ. അപ്പോൾ അതിനും കൂടെ ഒരിക്കലും മാച്ച് ആവുന്നില്ല, ഭയങ്കര ബോറായിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ സിൽവറിൻ്റെ ആ നെക്ലസ് ഉപേക്ഷിച്ചു. പിന്നെ തലേന്ന് ഹൽദിക്കിട്ട ആ ഒരു ഗോൾഡൻ ചെയിൻ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ അതും ഇതിൻ്റെ കൂടെ ബോറാണ്. പിന്നെ അങ്ങനെ ആ ഫ്രണ്ടിൻ്റെ ഒരു ഹെവി ഇയറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹെവി ഇയറിങ് ആയതുകൊണ്ട് നെക്ലസ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. പക്ഷെ അത് നല്ലതായിരുന്നു കേട്ടോ. ഞാൻ സിൽവർ ഇട്ടാൽ എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നി തന്നെ. അപ്പോൾ ഇതിപ്പോൾ ഹെവി ഇയറിങ് ഇട്ടിട്ട് നെക്ലസ് കംപ്ലീറ്റ്ലി ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഇവിടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. 4 പേരുണ്ടല്ലോ, 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ സ്പഞ്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലെൻഡർ അത് ഞാൻ എന്നിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്പഞ്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ബ്ലെൻഡർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഓരോ യൂസിന് ശേഷവും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ അത് പിന്നീട് ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരു പ്രാവശ്യം നമ്മളിപ്പം ഇപ്പോൾ റിമൂവ് ചിലർ ഈ സെയിം ഈ ബ്യൂട്ടി ബ്ലെൻഡർ തന്നെ റിമൂവ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യരുത്. അത് വേറെ തന്നെ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്താൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മേക്കപ്പ് റിമൂവിൻ്റെ സമയത്ത് ഈ കരിയും അങ്ങനെയുള്ള ഐലാഷസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഴുക്കൊക്കെ അതിനകത്ത് പിടിക്കും. അപ്പോൾ അത് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങുന്ന ആ സമയമായപ്പോഴേക്കും ഞങ്ങൾക്ക് ചായയും പൊരിപ്പും ഒക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടില്ല, എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയി, എന്തെങ്കിലും ഇടേണ്ടി വരുമല്ലോ. അങ്ങനെ അതൊക്കെ കിട്ടി. അങ്ങനെ ഇതാണ് കേട്ടോ ഹെയർ സ്റ്റൈൽ ചെയ്തത്. ജസ്റ്റ് ബ്രെയ്ഡ് ചെയ്തു, പുറകിൽ നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ടു. പക്ഷേ ഫ്രണ്ടിൽ ഞാൻ 2 സൈഡിലും ബ്രെയ്ഡ് ചെയ്തിട്ടേക്കുമായിരുന്നു. ഫേസ് കട്ട് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 സൈഡിലും കുഞ്ഞു 2 ഹെയർസ് ഇങ്ങനെ ലെന്തിലിട്ടേക്കും. അപ്പോൾ ഫേസ് അത്ര ഭയങ്കര ബൾജായിട്ടിരിക്കില്ല, ജസ്റ്റ് ഒന്ന് കട്ടായി വരാറുണ്ട്. അങ്ങനെ അവിടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, ആ വീഡിയോ ഒന്നും എടുത്തില്ല. അവിടെ ഒന്നും ഇല്ലായിരുന്നു പ്രത്യേകിച്ച്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു 9:30 ആയപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി. ക്ഷീണിച്ചു. മീൻസ് യാത്രയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് നല്ല ക്ഷീണിച്ചു. അവിടെ ചെന്ന് നമുക്ക് ജോലിയൊന്നും ചെയ്യുകയൊന്നും വേണ്ട, എന്നാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുമല്ലേ. ഈ റിലേറ്റീവിൻ്റെ വീടെന്ന് പറയുന്നത് ഇവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം കാറിൽ ഇരുന്നാൽ മതി. എന്നാലും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് കിടക്കാനുള്ള തയ്യാറെടുപ്പാണ്. ബ്രഷൊക്കെ ചെയ്ത് പിന്നെ ഞാൻ വീട്ടിലിടാനായിട്ട് ഒരേ ഒരു ഡ്രസ്സേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അത് തന്നെയാണ് പിറ്റേന്നും യൂസ് ചെയ്തത്. നൈറ്റ് മാത്രമല്ല യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഡ്രസ്സൊന്നും എടുത്തില്ല. ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് 2 ഹൽദിയുടെ ആ ദിവസവും മറ്റേ ദിവസവും അത് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നീട് ഞാൻ അന്ന് ഓയിൽ ക്ലെൻസ് ചെയ്തു കേട്ടോ. എനിക്കന്ന് ഓയിൽ ക്ലെൻസ് ചെയ്യണമെന്ന് തോന്നി, കാരണം ഒരുപാട് അഴുക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടന്ന് ഓയിൽ ക്ലെൻസാണ് ചെയ്തത്. അങ്ങനെ മാരേജ് ഡേ ആണ്. മാരേജ് ഡേയുടെ അന്ന് ഞങ്ങൾ ഒരു 4:45 ആയപ്പോൾ എഴുന്നേറ്റു. ഇത്രയും പേർക്ക് സാരി ഉടുക്കണം, പിന്നെ ഒരുങ്ങണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്ന്. അതുകൊണ്ട് ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യണം. അത് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അവർ കിടക്കുകയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ റെഡി ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതിപ്പോൾ ഞാൻ കാമ ആയുർവേദയുടെ ടോണറാണ്, റോസ് വാട്ടറാണ് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ മുഖത്തെ പിമ്പിൾസ് കുറയാനായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ഭയങ്കര പിമ്പിൾസാണ്. ഞാൻ എൻ്റെ വേറൊരു വീഡിയോ തന്നെ ചെയ്യാം.
അങ്ങനെ അവരെല്ലാവരും റൂമിൽ കിടക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് അവിടെ ഒരു മിററൊക്കെ ഉണ്ട്, നല്ലൊരു മിററൊക്കെ ഉണ്ട്. ആ മിററിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഒരുങ്ങുകയാണ്. ഈ ഫോണും പിടിച്ചുകൊണ്ട് ഈ ഐലൈനർ എഴുതാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം ഫോൺ വീണു, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഐലൈനർ വീണു. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ എഴുതുകയാണ്. ഞാൻ മുകളിൽ മാത്രമേ എഴുതിയുള്ളൂ കേട്ടോ. താഴെ കണ്ണെഴുതാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ മേക്കപ്പ് ഓക്സിഡൈസ്ഡ് ആവും. അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ അടിയിൽ നല്ല കറുപ്പാവും. ഈവനിങ് ഫങ്ഷൻസിൽ നമുക്ക് കണ്ണിൻ്റെ താഴെ എഴുതിക്കൊണ്ട് പോകുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സീനാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വിങ്ങൊക്കെ ഇട്ട് അറിയുന്ന രീതിയിൽ ഞാൻ ഐലൈനർ എഴുതി. മുകളിൽ എഴുതി, താഴെ ഞാൻ എഴുതിയില്ല. പിന്നെ സാരിയാണ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ സാരിയാണ് ഞാൻ ഉടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരുക്കിയത് എന്നെയാണ് ആദ്യമേ സാരി ഉടുപ്പിച്ച് എന്നിട്ടാണ് ഓരോരുത്തരായിട്ട്. അവിടെ 2 പേർക്ക് അത്യാവശ്യം നന്നായിട്ട് സാരി ഉടുക്കാനറിയാം. ഞങ്ങൾക്ക് വേറെ 2 പേർക്ക് സാരി ഉടുക്കാനേ അറിയില്ല. അപ്പോൾ മറ്റവരുടെ ഹെൽപ്പോട് കൂടി വേണം ഇരുന്ന് സാരി ഉടുക്കാൻ. അതുകൊണ്ടാണ് ഇത്രയും രാവിലെ എഴുന്നേറ്റത്. 4:45 എഴുന്നേറ്റ്. പക്ഷേ ടൈമിങ് ഭയങ്കര കറക്റ്റായി കേട്ടോ. 4:45 എഴുന്നേറ്റത് കൊണ്ടാണ് കൃത്യം ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 9:15 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. ഇതാണ് കേട്ടോ എൻ്റെ ലുക്ക്. ഞാൻ പിന്നെ മാറ്റിയായിരുന്നു. പിന്നെ പൂവൊക്കെ കിട്ടിയപ്പോൾ ഞാൻ പൂവൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പൂവൊക്കെ വെച്ചിട്ടിപ്പോൾ ഹെയർ സ്റ്റൈൽ ഞാൻ മാറ്റി. അതുപോലെ തന്നെ സാരിയുടെ പ്ലീറ്റ് എനിക്ക് ഒട്ടും ശരിയായില്ല. പ്ലീറ്റ് കംപ്ലീറ്റ്ലി ഇങ്ങ് താന്നു പോയായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ മാറ്റി അഴിച്ചു കുത്തി ഹെയർ സ്റ്റൈൽ ഞാൻ മാറ്റി. ഇത്രയും ഓപ്പൺ ഹെയർ ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക, ചകിരി പോലെ ഇരിക്കുകയായിരുന്നു മുടി. അപ്പോൾ എനിക്ക് കുറച്ച് മുല്ലപ്പൂ കിട്ടിയപ്പോഴേക്കും ഞാനത് ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്ക് സൈഡിൽ. എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. പിന്നെ ഞങ്ങൾ കല്യാണ ഓഡിറ്റോറിയത്തിൽ വന്നു. അവിടെ ഇങ്ങനെ നല്ല ഡെക്കറേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റേജ് ഡെക്കറേഷൻ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു, അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ ഫ്രണ്ട്സ് ആണല്ലോ നമ്മൾ ഈ താലം കൊണ്ട് പോകുന്നത്. അങ്ങനെ ഞാൻ താലം കൊണ്ടുപോയി. ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഹെയർ സ്റ്റൈൽ. ബാക്കിൽ ഞാൻ ഷേപ്പിൽ ഇങ്ങനെ പൂ വെച്ചു. അങ്ങനെ അവരുടെ റിലേറ്റീവ്സ്, ചേച്ചിമാരും ഞങ്ങളും എല്ലാവരും കൂടെ താലമൊക്കെ എടുക്കാനായിട്ട് പോയി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ താലം എടുക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കസിൻസിൻ്റെ കല്യാണത്തിന് അവരെ ഫ്രണ്ട്സ് വന്ന് എടുക്കുന്നത്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയി എടുക്കുന്നത്. നല്ലതായിരുന്നു. പക്ഷെ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറി വരുന്നത് കുറച്ച് സൂക്ഷിക്കാനുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റായിരുന്നു. അപ്പം വിളക്ക് അണഞ്ഞു പോകാണ്ട് സൂക്ഷിക്കാൻ. അങ്ങനെ കുറച്ച് ടാസ്കുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല രസമാണ്. പിന്നെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാനൊക്കെ പറ്റി. അതുകൊണ്ടാണ് ഈ വീഡിയോ കിട്ടിയത്. അല്ലെങ്കിൽ അതും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിലിരിക്കുകയായിരുന്നു. ഈ ഡെക്കറേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടിപൊളി ഡെക്കറേഷനായിരുന്നു അവിടെ ചെയ്തത്. അങ്ങനെ മാരേജൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന്, ഞാൻ പഴയ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് കുറേ പേര് വന്നു. അവരുമായിട്ടൊക്കെ നിന്ന് ഫോട്ടോസ് എടുത്തു. പിന്നെ ഫുഡ് കഴിച്ചു. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. സോയാബീൻ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതായത് ഒരു നോൺ വെജ് ഫീലിംഗ് ഒക്കെ കിട്ടി നമുക്ക്. സോയാബീൻ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. ഞങ്ങൾക്ക് ബസ് കയറി പോകാനുള്ള പ്ലാനിങ് ആണ് ഞങ്ങൾക്കുള്ളത്. മറ്റവർ 2 പേരും, ഒരാൾ കോഴിക്കോട് ഒരാൾ പാലക്കാടും പോകും. ഞാനും ഈ ജസ്റ്റ് ബാക്കിൽ വരുന്ന ആളാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ബാക്ക് ടു ട്രിവാൻഡ്രം വരണം. അങ്ങനെ ഞങ്ങൾ കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പിടിക്കാം എന്നുള്ളൊരു അതായിരുന്നു. കാരണം ട്രെയിനൊക്കെ അപ്പോഴേക്കും ഫുള്ളായി. പിന്നെ
എന്നൊരു അവളും കൺവീനിയൻ്റ് അല്ല ട്രെയിനിൽ യാത്ര മീൻസ് ബുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും അവൾക്കും അങ്ങനെ അറിയില്ല. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തിനാ റിസ്ക് എടുക്കുന്നതെന്ന് പറഞ്ഞ് ബസ്സിലാണ് വന്നത്. അങ്ങനെ ആ വീടിനോട് മനസ്സില്ലാ മനസ്സോടെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പെയ്യെ ഇറങ്ങുകയാണ്. ബസ്സിലെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇത്രയും നേരം ഇരിക്കുന്നതിലല്ല, അപ്പോൾ 2 മണിക്കൂറേ എടുക്കുള്ളൂ. പക്ഷെ പ്രശ്നം എന്താ, ഒരുപാട് സമയം എടുത്തു ഞങ്ങൾ വരാൻ. ഏകദേശം 4-5 മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടിട്ട് 5 മണിക്കൂർ എടുത്തു കായംകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരാം. ആക്ച്വലി 2-2.5-3 മണിക്കൂറിൽ തീരേണ്ട ട്രാവലായിരുന്നു. അതും ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു ബസ്. റോഡ് ഭയങ്കര ബ്ലോക്കായിരുന്നു. എല്ലാം കൂടെ ആയിട്ട് ആകെ തല പെരുത്ത് ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വന്ന് കഴക്കൂട്ടത്ത് ഇറങ്ങിയിട്ട് നേരെ വന്ന് ഒരു ചായയും കഴിച്ചു. പിന്നെ ഒരു ഷവർമ പ്ലേറ്റും കഴിച്ചു. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഫീലിംഗ് ആയിരുന്നു, വെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നു, ഹോളൊക്കെ തൂത്തു. കുറേ ദിവസമായില്ലേ ഞങ്ങൾ പോയിട്ട്, ഒരു 3 ദിവസം ആയല്ലോ ഓൾറെഡി ഞങ്ങൾ ഫ്ലാറ്റ് വിട്ടിട്ട്. അങ്ങനെ വന്ന ഉടനെ ഫ്ലാറ്റൊക്കെ തൂത്തു. പിന്നെ ഫ്രഷായിട്ട് കിടന്നുറങ്ങാം. വേറെ വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. നെക്സ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം. എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.